ജയ് ശ്രീരാം വിളിക്കുന്നവര് ഇന്ത്യ വിട്ടു പോകണം. അങ്ങനെ ആവാൻ വഴിയില്ലല്ലോ. കണ്ണൊന്ന് നേരെ പഴയ പോലെ കണ്ണ് പിടിക്കണില്ല, കാഴ്ച അങ്ങോട്ട് കിട്ടുന്നില്ലല്ലോ. അങ്ങനെയല്ല. കഅബയെ കുറിച്ച് പറയുന്നവര്, മദീനയെ കുറിച്ച് പരാമർശിക്കുന്നവര് ഇന്ത്യ വിട്ടുപോകണം. അപ്പൊ ശരിയായി, ഇപ്പോഴാണ് വാർത്ത ക്ലിയർ ആയത്. അങ്ങനെ വരാനേ വഴിയുള്ളൂ. പക്ഷെ എന്തപ്പോ ചെയ്യാ? ഫ്ലൈറ്റിന്റെ ടിക്കറ്റൊക്കെ ന്യായമായ ഫെയറാണല്ലോ. എന്താ ചെയ്യാ? കുറച്ച് സമയം ഞങ്ങൾക്കൊരു സാവകാശം തരുമോ? ഞങ്ങൾ ഇന്ത്യയിൽ തന്നെ ഒന്ന് കഴിഞ്ഞോട്ടെ, കുറച്ച് സമയം സാവകാശം തന്ന് ഈ ഫ്ലൈറ്റിന്റെ ടിക്കറ്റ് ഫെയറൊക്കെ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പൊക്കോളാം. ഞങ്ങൾക്കാണെങ്കിൽ ഇത് പറയാതിരിക്കാനും വയ്യ, കഅബയെ കുറിച്ച് ഓർക്കാതിരിക്കാൻ ഞങ്ങൾക്ക് കഴിയൂല. കാരണം 5 വഖത്ത് സമയവും ഞങ്ങൾ തിരിഞ്ഞു നിസ്കരിക്കുന്നത് കഅബയിലേക്കാണ്. മദീനയിൽ കിടക്കുന്ന ഞങ്ങളെ രാജാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവനേക്കാൾ നബി തങ്ങളെ സ്നേഹിക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പൊ മദീനയെ കുറിച്ച് ഓർക്കാതെ ഒരു നിമിഷം ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയൂല. അതെന്തായാലും ഞങ്ങളെ സംബന്ധിച്ച് കഴിയൂല. പക്ഷെ ഇനി എന്താ ചെയ്യാ? അത് ഓർക്കുകയാണെങ്കിൽ ഇപ്പൊ ഇന്ത്യ വിട്ടു പോകണമെന്നാ പറഞ്ഞത്. അപ്പൊ കുറഞ്ഞ സമയം ഒന്ന് എക്സ്ക്യൂസ് ചെയ്യണം, ഞങ്ങൾക്കൊരു വിട്ടുവീഴ്ച ചെയ്യണം. കുറഞ്ഞ സമയം, നിങ്ങൾ ഔദാര്യമാണല്ലോ, നിങ്ങൾക്ക് സ്ത്രീധനം കിട്ടിയതാണ്. അപ്പൊ അതുകൊണ്ട് ആ സ്ഥലത്ത് ഞങ്ങൾ താമസിക്കുമ്പോൾ ഞങ്ങളൊരു മാന്യത കാട്ടണം, അല്ലേ? അപ്പൊ ഇത്രയും കാലം ഞങ്ങളെ സഹിച്ചു, കുറച്ചെങ്കിലും ഒന്ന് സഹിക്കുക. കുറച്ച് സമയം മതി. ഈ ഫെയറൊക്കെ ഒന്ന് കുറഞ്ഞാൽ ഞങ്ങൾ പൊയ്ക്കോളാം, കുഴപ്പമില്ല. ഞങ്ങളെ കൊണ്ടുള്ള ശല്യം ഉണ്ടാവില്ല. കാരണം നിങ്ങൾക്ക് സ്ത്രീധനം കിട്ടിയതാണല്ലോ, നിങ്ങളെ കുടുംബ സ്വത്താണല്ലോ. ദയവ് ഇത് ഒരു അപേക്ഷയാണ്.